ജമാഅത്തെ ഇസ്ലാമിയെപ്പറ്റി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ആവശ്യപ്പെട്ടു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളും രാഷ്ട്രീയ പോരാട്ടം അവസാനിപ്പിച്ച് മതപരമായ പോരാട്ടം നടത്തുന്നതായും നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എം.ടി. രമേശ് ആരോപിച്ചു. നിലമ്പൂരിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എൽ.ഡി.എഫും യു.ഡി.എഫും തയ്യാറാവുന്നില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മതരാഷ്ട്രീയമാണ് ഇരുകൂട്ടരും ചർച്ച ചെയ്യുന്നത്. നിലമ്പൂരിന്റെ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കുമ്പോൾ ഉയർത്തിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പി.വി. അൻവർ പോലും തയ്യാറല്ല എന്നതാണ് വിചിത്രം. അൻവർ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയ മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിഷയം ഉന്നയിക്കാൻ യു.ഡി.എഫ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ലെന്നും കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കടത്ത് സി.പി.എമ്മിന്റെ സാമ്പത്തിക നേട്ടത്തിനാണെന്ന ആരോപണം കോൺഗ്രസ് മറന്നുവോവെന്നും അദ്ദേഹം ചോദിച്ചു. മതസംഘടനകളുടെ വിഷയം മാത്രമേ ചർച്ച ചെയ്യൂ എന്നാണോ, അതോ മലപ്പുറത്ത് മതം മാത്രമേ പറയൂ എന്നാണോ? മതം പറഞ്ഞാലേ മലപ്പുറത്ത് വോട്ടു കിട്ടൂ എന്ന് ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ബൈറ്റ് നിലമ്പൂരിന്റെ വികസനത്തെപ്പറ്റി മിണ്ടാൻ ഇരുമുന്നണികളും തയ്യാറല്ല. ആ വിഷയം വന്നാൽ രണ്ടു കൂട്ടരും പ്രതിക്കൂട്ടിലാവും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മതാത്മക രാഷ്ട്രീയം കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്നും സി.പി.എം. സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞത് പഴയ PDP അല്ല, പുതിയ PDP എന്നാണ്. ഗോവിന്ദൻ മാഷിന് മാറ്റം വന്നിട്ടുണ്ടാവാം, പക്ഷേ PDPക്ക് മാറ്റം എന്നെന്ന് പൊതുസമൂഹത്തിന് അറിയില്ല. കോയമ്പത്തൂർ ബസ് സ്ഫോടനം, കളമശ്ശേരി ബസ് കത്തിക്കലൊക്കെ ചെയ്തത് ആരാണെന്നും PDP പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞത് ഏത് അർത്ഥത്തിലെന്ന് മനസ്സിലായില്ലെന്നും സ്ഫോടന കേസുകളിൽ പ്രതിയായ മദനിയെ തമിഴ്നാട്, കർണാടക സർക്കാരുകൾക്ക് പിടിച്ചുകൊടുത്തത് ഇടതു സർക്കാരുകളല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഭീകരവാദികൾ സ്വതന്ത്ര സമര സേനാനികളാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇരുമുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യവിരുദ്ധ സമീപനമാണെന്നും അത് അങ്ങേയറ്റം അപകടകരമാണെന്നും എം.ടി. രമേശ് കുറ്റപ്പെടുത്തി. വികസന രാഷ്ട്രീയം മാത്രമേ ബി.ജെ.പി. നിലമ്പൂരിൽ ഉന്നയിച്ചിട്ടുള്ളൂ. വർഷങ്ങളായി നാട് ഭരിക്കുന്ന മുന്നണികൾ ചെയ്തതിനേക്കാൾ 10 ഇരട്ടി വികസനം മലപ്പുറത്ത് കേന്ദ്ര പദ്ധതികളിലൂടെ മോദി സർക്കാർ നടപ്പാക്കിയെന്നും മറിച്ചു തെളിയിക്കാൻ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വെല്ലുവിളിക്കുന്നതായും എം.ടി. രമേശ് പറഞ്ഞു. ഞങ്ങൾ രണ്ട് മുന്നണി നേതൃത്വത്തെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒരു പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. ഈ നിലമ്പൂരിലും മലപ്പുറത്തിലും കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി നിങ്ങൾ നൽകിയിട്ടുള്ള വികസനത്തിന്റെ 10 മടങ്ങ് വികസനം ഈ നിലമ്പൂരിലും മലപ്പുറത്തും കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ ചെറിയൊരു പാർട്ടിയാണ്. ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് രാഷ്ട്രീയമായ വിജയങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ ജില്ലയ്ക്ക് കേരളത്തിലെ ഏത് ജില്ല നിങ്ങൾ പരിശോധിച്ചാലും ആ ജില്ലയേക്കാൾ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലക്കാണ്. കേന്ദ്രാധിഷ്ഠിത പദ്ധതികൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും അടിസ്ഥാന സൗകര്യ മേഖലയിലും ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കപ്പെട്ട ജില്ല അത് മലപ്പുറം ജില്ലയാണ്. ആ പണം നിക്ഷേപിച്ചത് എൽ.ഡി.എഫും യു.ഡി.എഫും അല്ല, നരേന്ദ്രമോദി ഗവൺമെന്റ്. മലപ്പുറത്തെയും നിലമ്പൂരിലെയും ജനങ്ങൾ തിരിച്ചറിയണം ആരാണ് സഹായിച്ചത്. ഈ ജില്ലയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗിന് നിരവധി പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വരാൻ അവസരം കിട്ടിയിട്ടും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയെ സഹായിച്ചത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റാണ്. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. Da 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 da.